ഈ പുഴയും കടന്ന് ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രാഗിണി വിഷമിച്ചിരിക്കുമ്പോൾ ജയപാലം വന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, അച്ഛാ നിവിൻ ഇപ്പോഴും ആ കാവേരിയുടെ പുറകെ തന്നെ. കാവേരി വിചാരിച്ചേക്കുന്നത് എൻ്റെയും നിവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇന്ന് രണ്ടുപേരും കൂടെ അമ്പലത്തിൽ കണ്ടുമുട്ടേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് കണ്ടുമുട്ടാതിരുന്നത്. ഇനി അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ കാവേരി അറിഞ്ഞാൽ എൻ്റെയും നിവിൻ്റെയും വിവാഹം കഴിഞ്ഞില്ലെന്ന് കാവേരി അറിഞ്ഞാൽ അവരുടെ പ്രേമം വീണ്ടും മുട്ടിടും. പെട്ടെന്ന് തന്നെ വിവാഹം കഴിയും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാവേരിയുടെ പ്രശ്നം മൊത്തവും നിവിൻ തീർക്കും. പിന്നെ അവർ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ അല്ലേ രാജേന്ദ്രയ്ക്ക് വേണ്ടാത്തത്, കാവേരിയെ സ്വീകരിച്ചാലോ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടും ദേഷ്യത്തോടെയും പറയുന്നുണ്ട്. അപ്പം ജയപാലൻ പറയുന്നുണ്ട്, അച്ഛനെന്താ വെറുതെ ഇരിക്കുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഞാൻ അവനെ അങ്ങ് കൊന്നു കളയെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ രാഗിണി പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അവൻ തിരക്കുന്നില്ല. നിന്നോട് ഒരു ഇഷ്ടവുമില്ല. പിന്നെ അവൻ ജീവിച്ചാലും ഇല്ലെങ്കിലും മോക്കെന്താ എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാഗിണി പറയുന്നുണ്ട്, നീവിന് എന്നെ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടാലോ അച്ഛാ? അപ്പം നീ അതും പ്രതീക്ഷിച്ചിരിക്കേണ്ട. അങ്ങനെ നീ വിചാരിക്കേ വേണ്ട. നിന്നെ വേണ്ടാത്ത അവനെ നിനക്കും വേണ്ടാന്ന് വിചാരിച്ചാൽ പോരെ എന്ന് ചോദിക്കണം. അതുകൊണ്ട് വേണമെന്ന് വെച്ചാൽ സഹോദരിയുടെ മോനാന്ന് പോലും ഞാൻ ചിന്തിക്കത്തില്ല. അവൻ്റെ ജീവൻ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജയപാലൻ അങ്ങ് പോവുകയാണ്. രാഗിണി ഇങ്ങനെ ജയപാലൻ പറയുന്നതും കേട്ടിങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിളയെടുത്ത് ശാരദ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ തലയിലൊക്കെ തടവി നിളയെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവിടെ കാവേരിയുണ്ട്. കാവേരിയാണെങ്കിൽ നിളയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ശാരദ വന്ന് പറയുന്നുണ്ട്, മോളെ നമ്മൾ പൈസ പെട്ടെന്ന് തന്നെ കിട്ടുമോ? പൈസ അടച്ചാലേ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിയത്തുള്ളൂ. അവളിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ കുഞ്ഞല്ലേ എന്നൊക്കെ ശാരദ പറയുന്നുണ്ട്. കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പം കാവേരി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, നിലയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. ബാങ്കിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടല്ലേ നമുക്ക് കാശ് നാളെ തന്നെ കിട്ടും അമ്മേ. അമ്മയെ വിഷമിക്കേണ്ട, നിലയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് കാവേരി പറയുന്നുണ്ട്. എനിക്ക് നിള ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ആകപ്പാട് സങ്കടമാവുന്ന മോളെ നോക്കേ. അവൾ കുഞ്ഞല്ലയോ, ഇത്രയും വലിയ ഓപ്പറേഷനൊക്കെ അവൾ താങ്ങാൻ പറ്റുമോ? ആകപ്പാടുള്ളൊരു സമാധാനം കാശുണ്ടതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയേണ്ട, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ കാവേരിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ മുറിയിൽ നിന്നങ്ങ് പുറത്തിറങ്ങുവാണ്. ശാരദ വീണ്ടും വീണ്ടും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കാവേരിക്ക് സഹിക്കാൻ പറ്റാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനീത് വരുന്നത്. അപ്പം വിനീതിനെ കാണുമ്പോൾ കാവേരിക്ക് ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും വിനീതേട്ടൻ എവിടെ പോയിട്ട് വരികയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വീട്ടിൽ പോയതാണ്, ഗംഗയെ കണ്ട് കാര്യമൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഗംഗയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകപ്പാടെ ഭയമായി. അവൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് ചിന്തിച്ചപ്പോഴേ എനിക്ക് പേടിയായെന്ന് പറയുകയാണ്. അപ്പം കാവേരി പറയുന്നുണ്ട്, ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ട. അപ്പം വിനീത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ എല്ലാവരുടെ അടുത്തും ഒന്ന് അന്വേഷിക്കട്ടെ, പൈസയുടെ കാര്യം എന്ന് അന്വേഷിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്താ ഈ വിനീതേട്ടൻ പറയുന്നത്? വിനീതേട്ടൻ എന്ത് മണ്ടനാണോ? വിനീതേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? വിനീതേട്ടൻ്റെ തെറ്റുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇവിടെ ആരോട് അന്വേഷിച്ചാൽ എന്തറിയാൻ പറ്റുമെന്ന് ഈ പറയുന്നത്? ഉടനെ വിനീത് പറയുന്നുണ്ട്, ഈ ഒരു ഭാരം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കാരണം നിളമോളുടെ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ മണ്ടത്തരം കൊണ്ടല്ലേ കാവേരി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വിനീത് പൊട്ടിക്കരയാണ്. ഇത് കേൾക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, വിനീതേട്ടൻ ഒന്ന് അടങ്ങിയിരിക്കെ. വിനീതേട്ട എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് വിനീതേട്ടനും കൂടെ എന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കാമെന്നും പറഞ്ഞിട്ട് വിനീതിനോട് പറയുകയാണ്. അങ്ങനെ വിനീതാണെങ്കിൽ ആകപ്പാടെ ടെൻഷനാണ്. ഇത് ആരോടെങ്കിലും പറയണം, ഇനി നിളമോളുടെ ഓപ്പറേഷൻ നടക്കാതിരിക്കുക. അങ്ങനെ ആകപ്പാടെ ടെൻഷനിലാണ് വിനീത്. ഈ സമയത്താണെങ്കിൽ ജയപാലൻ നിവിനെ കൊന്നാലും വേണ്ടിയില്ല കാവേരി കല്യാണം കഴിക്കില്ലെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിവിനാണെങ്കിൽ രാത്രി ബൈക്കിൽ പോവുകയാണ്. അപ്പം ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് ജയപാലനാണെങ്കിൽ ഇവനെ റോഡിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം ജയപാലനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് നിവിൻ. അന്നേരം ജയപാലൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ വിഷമിച്ച് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇനി ആ കാവേരിയുടെ പുറകെ നടന്ന് അവളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാനാണ് നിൻ്റെ വിചാരമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. അതിനുവേണ്ടി ഞാൻ നിന്നെ വേണമെങ്കിൽ കുന്നുകളയും. സഹോദരിയുടെ മോനാണെന്നൊന്നും ചിന്തിക്കത്തില്ലെന്ന് പറയുകയാണ്. അപ്പം നിവിൻ പറയുന്നുണ്ട്, ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്യാൻ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം ജയപാലൻ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഈ സമയത്ത് കാവേരി ആകെപ്പാടെ നെട്ടോട്ട് ഓടുകയാണ്. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് ഓപ്പറേഷൻ നടത്തണം. അപ്പോഴാണ് രഘുനാഥൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് തോന്നുന്നത്.